പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയം തരം നിങ്ങളെല്ലാവരെയും കാണുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം, നാം കേൾക്കുന്ന നിന്ദകളെ കണ്ട് ഭയപ്പെടാതെ ഈ ആത്മീയ ഗോളത്തിൽ നിൽക്കണമെങ്കിൽ, ഈ ലോകത്ത് നിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ചില വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് അവൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം 1 തിമോത്തിയോസ് എഴുതിയ ലേഖന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: നിന്നയിലും പിശാചിന്റെ കെണികളിലും കുടുങ്ങാതിരിപ്പിൻ, പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അവിടെ പറയുന്നത്, പിശാചിന്റെ കെണികളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, നിന്ദയുടെ നടുവിൽ തകരാതിരിക്കണമെങ്കിൽ നാം ജനത്തിന്റെ നടുവിൽ നല്ല സാക്ഷ്യം അനുഭവിക്കപ്പെട്ടവരായി തീരണം. നാം നല്ല നടപ്പ് നാം ചെയ്യുമെങ്കിൽ, വേദപുസ്തക പ്രകാരം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും എന്നത് സത്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിന്നയും അപമാനം എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവൻ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: നിന്നയും അപമാനവും എൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷി പ്രമാണിക്കുന്നു. എന്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിനകത്ത് വരുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ, അപമാനത്തിന്റെ നടുവിൽ, നിന്ദയുടെ നടുവിൽ തനിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചാലേ മതിയാകത്തുള്ളൂ എന്ന് സങ്കീർത്ത പ്രമാണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ ഉറപ്പോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങൾ പ്രമാണിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറുന്നതായ നിന്നയും പരിഹാസങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണം എന്ന് പറയുവാനായിട്ടിടയാകുന്നത്. അതുപോലെ ടൈറ്റസ് എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, ഉപദേശത്തിലും നിർമ്മലതരായിരിപ്പിൻ, ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത സഹിഷ്ണുതയും ആകേണം, പഥ്യവചനങ്ങൾ ഉൾക്കൊള്ളുന്നവർ ആയിത്തീരണം. ഇവിടെ ടൈറ്റസ് എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പറയപ്പെടുന്നതായ പഥ്യവചനങ്ങളെ അനുസരിക്കുവാൻ തയ്യാറായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര അപമാനങ്ങളും എത്ര പ്രതികൂലങ്ങളും കേൾക്കേണ്ടി വന്നാലും അവൻ ഈ ലോകത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. അതുപോലെ തന്നെ ആവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്രയും നീതിയുള്ള ചട്ടങ്ങളും വിധികളും ശ്രേഷ്ഠ ജാതി എന്തുള്ളൂ. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ ഈ ന്യായപ്രമാണങ്ങളെ പോലെയുള്ള നീതി, ന്യായപ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തികളെ പോലെ, അല്ലെങ്കിൽ ന്യായപ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തികളെ പോലെ ശ്രേഷ്ഠത ആരുണ്ടെന്ന് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുവാനിടയാകും എന്ന് വളരെ സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ റോമർ എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ ആ വക പ്രമാണിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധിയും സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, എന്നാൽ ഈ വക പ്രവർത്തിക്കുന്നവർ നേരെ ദൈവത്തിന്റെ വിധിയും അതിന്റെ സത്യങ്ങളും അനുസരിക്കുന്നവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സത്യങ്ങൾ അനുസരിക്കുവാൻ, പ്രമാണിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക്
ഒരിക്കലും എത്ര തന്നെ നിന്ദകളും പരിഹാസങ്ങളും കേട്ടാലും അതിന്റെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും എന്നത് സത്യമായ കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഇത്രയും ഭാഗങ്ങൾ ഞാൻ വായിച്ച് വേഗം പറഞ്ഞു നിർത്താൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, അനുസരിക്കുകയെങ്കിൽ, അത് പ്രമാണിക്കുകയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും. അത് ഈ ലോകത്തിനകത്ത് നമ്മെ തകർക്കാൻ എത്ര അധികമായ ശക്തികളും അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും നമുക്കെതിരെ ഉയർന്നാലും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല എന്നത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രിയരെ, പുറമെയും നമുക്കൊരു സാക്ഷ്യമുണ്ടാകണം, ദൈവത്തിന്റെ സന്നിധി നമുക്ക് സാക്ഷ്യമുണ്ടാകണം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പല വ്യക്തികൾക്കും പുറമെയും സാക്ഷ്യമുണ്ടായിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ സാക്ഷ്യമുണ്ടായിരിക്കത്തില്ല. അത് അങ്ങനെയുള്ള വ്യക്തികൾ നിശ്ചയമായിട്ടും അപമാനങ്ങൾ പരിഹാസങ്ങൾ വരുമ്പോൾ അവർ ഭയപ്പെടും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലും പുറമെയും നമ്മൾ ജനത്തിന്റെ മുമ്പിലും സാക്ഷ്യമുള്ളവരായിരിക്കുമെങ്കിൽ അവർ ആരുടെ മുമ്പിലും ഭയപ്പെടുകയില്ല. ധൈര്യമുള്ളവരായി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ടും ഈ ലോകത്ത് ജീവിക്കുവാനായിട്ടും കഴിയും എന്നത് സത്യമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിരുവചനങ്ങളെ പ്രമാണിക്കുക, അതിനനുസരിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിന്റെ മുമ്പിൽ ജയിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.